ഹായ് ഗൈസ് യു ഗൈസ് വാച്ചിങ് എണ്ണാൻസൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചാവേർ എന്ന് പറഞ്ഞിട്ട് കിഡിലൻ പടം ഞാൻ കണ്ടു. അതിൻ്റെ ട്രെയിലറിൻ്റെ ആ ഒരു ഫീലിലാണ് ഞാൻ കണ്ടത്. ഇതുവരെ ട്രെയിലർ ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ഒരു റഷൊന്നും നമുക്കിതിൽ ഫീൽ ചെയ്യില്ല. എനിക്ക് ഓക്കെയാണ്, പക്ഷെ എല്ലാവർക്കും ഇതിൽ ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാതെ പോകുന്ന കണ്ടു. ഞാൻ പക്ഷേ കൃതാർത്ഥരാണ്. ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ടിനു വാപ്പച്ചൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. ഇങ്ങേരുടെ ഡയറക്ഷനിൽ പല കിടിലൻ ഷോട്ട്സും ഫ്രെയിംസും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാവും. ഒരു സീനുണ്ട്, ജസ്റ്റ് രണ്ടാൾ കിടക്കും, അതിൻ്റെ മുകളിലൊരു ലൈറ്റ് കാണിക്കുന്നുണ്ട്. ആ ലൈറ്റിൽ നിന്നാണ് ഇവർ രണ്ടാൾ കിടക്കുന്നത് കാണിക്കുന്നത്. ഈ ഒരു സീനിൽ ലൈറ്റ് കിടക്കുന്ന അതേ ഒരു രീതിയിൽ ഇവർ രണ്ടാൾ കിടക്കുന്ന ഒരു കിടിലൻ ഷോട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഇതുപോലെ കുറേ ഷോട്ട്സ് കിടിലൻ ഫ്രെയിംസും ഇങ്ങനെ ഇത് കാണിക്കും. അതേമാതിരി തിറേൻ്റെ ഒരു സീനുണ്ട്, ഏറ്റവും മോനെ നിറച്ച് പുകയൊക്കെ ആയിട്ട് ഏറ്റവും മോനെ, അത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തന്നെ ആ ഫീല് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ പടം കാണുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണാനേ ഞാൻ പറയുള്ളൂ. കാരണം ആ സാധനമൊക്കെ ഭയങ്കര അടിപൊളി. സോ ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. എന്താ പറയുക, ഭയങ്കര അടിപൊളി സ്ക്രിപ്റ്റ്, ഭയങ്കര അടിപൊളി കഥയൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ഇതിലൊന്നും ജസ്റ്റ് ഒരു വെട്ടുകേസ്, അത് പാർട്ടീൻ്റെ ബേസിൽ ബ്ലൈൻഡായിട്ട് പോകണം. ഈ ഒരുവിധം ബ്ലൈൻഡ് ഫോളോവേഴ്സിന് പണി കിട്ടും. എന്ത് നമ്മൾ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്താലും നമുക്ക് പണി കിട്ടും, അത് ഷുവറാണ്. ആ ഒരു സംഭവം കാണിക്കുന്നുണ്ട് ഇതിൽ, അത്രയേ ഉള്ളൂ. അത് ഭയങ്കര അടിപൊളി, എന്താ പറയുക, കിടിലനായിട്ടൊന്നുമല്ല സ്റ്റോറി പോകുന്നതൊന്നും. സാധാ ഒരു സ്റ്റോറി, ഒരു വെട്ടുകേസ്, പിന്നെ അതിൻ്റെ പിന്നാലെ പോകുന്നു. ഇതിൽ പിന്നെ കാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ, കാസ്റ്റിങ്ങിൽ ചാക്കോച്ചൻ എൻ്റെ മോനൊരു ഡിഫറെൻ്റായിട്ട്, ഞാൻ ലൈറ്റിലേക്ക് ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്, സോറി. ചാക്കോച്ചൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എടാ ചില സീനൊക്കെ ഇങ്ങനെ, എല്ലാ സീനും എനിക്ക് വർക്കൗട്ട് ആയില്ല, പക്ഷെ ചില സീന് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വിസിൽ വിളിച്ചിട്ടുണ്ട്, ആരും അങ്ങനെ വിസിൽ വിളിച്ചിട്ട് ഞാൻ കേട്ടില്ല, പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ വിസിൽ വിളിച്ചു. ഒന്നുമില്ല, ജസ്റ്റ് ഒരു സാധനമുണ്ട്, എന്താ പറയുക, ഇങ്ങനെ എല്ലാവരും ചെതറി ഓടുമ്പോൾ ചാക്കോച്ചൻ എന്ത് ചെയ്യും, എൻ്റെ മോന് മുണ്ടൊക്കെ മടക്കി ഇങ്ങനെ പൊട്ടാന്നുള്ളൊരു നിപ്പുണ്ട്, ഭയങ്കര കിട്ടില്ല. അത് എനിക്ക് ഇങ്ങനെ വിഷയം വേറെ അങ്ങനത്തെ ഫീലൊക്കെ എനിക്ക് തോന്നി. പിന്നെ മൂപ്പര ക്യാരക്ടർ കുറച്ചൊരു സ്ട്രോങ് ആണ്. എന്തായിരുന്നു പേര്, അശോകേട്ടനോ അങ്ങനെ എന്തോ ആണ് വിളിക്കുന്നത്. പിന്നെ അതിൽ അർജുന അശോകൻ, ഇങ്ങേർക്ക് ഭയങ്കര അടിപൊളി, എന്താ പറയുക, റോളല്ല, എന്താ പറയുക, ഇങ്ങേരെന്ന് പറഞ്ഞാൽ പേടിത്തൂറിയാണ്, പെട്ടുപോകുന്നതാണ് ആൾ ഈ ഒരു വെട്ടുകേസിൽ ഇതിലൊന്നും ഇല്ല, ആളിടയിൽ വന്ന് പെട്ടുപോകുന്നതാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മൂപ്പര് യൂസ് ചെയ്യുന്നത്. മൂപ്പര് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. പിന്നെ മനോജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആളെ ഞാൻ അധികം സ്ക്രീനിലൊന്നും കണ്ടില്ല, പക്ഷേ ഇതിൽ കുറേ സ്ക്രീൻ അയാളെ കാണിക്കുന്നുണ്ട്. എൻ്റെ മോനെയുടെ എന്തൊരു അങ്ങനെ അത്ര നൈസ് കേട്ടോ, നൈസ്. അതായത് ഈ കണ്ണൂർ സ്ലാങ് ആണല്ലോ, അത് ഭയങ്കര നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് അയാളെ പലപ്പോഴും തോന്നി. അയാൾ അവിടെ ഉള്ള ആണോ എന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ അതിൻ്റെ പിന്നെ 2-3 പിന്നെ കുറേ ഇങ്ങനെ ക്യാരക്ടർ അവരെ കൂടെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. അതിലൊരു ബോംബെറിയുന്ന ചങ്ങായുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ തമാശകൾ പൊട്ടിക്കുന്നുണ്ട്. അതൊക്കെ ഒരു രസമുണ്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര കോമഡി ഒന്നുമല്ല, ചെറിയ നമ്മൾ അങ്ങനെ പറഞ്ഞ് ചിരിച്ചു പോകും. പിന്നെ ചെറിയ തമാശ എനിക്ക് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ കാസ്റ്റിൻ്റെ കാര്യം, പെപ്പേൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭയങ്കര അത്യാവശ്യം സ്റ്റോറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആൾ അഭിനയിച്ച ഒരു ചില സീനൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുപോയി. ലാസ്റ്റിലേക്ക് ഒരു സീന് കാണിക്കുന്നുണ്ട്, എൻ്റെ മോനെ, എല്ലാവർക്കും അത് എഫക്റ്റ് ആയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അവസാനം ആടാന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര കിടിലായിട്ട് കൊണ്ടുപോയി. പിന്നെ അങ്ങനെ ഫ്രെയിം ഞാൻ പറഞ്ഞല്ലോ, ടിനു ആളുടെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, വിഷയം, ആ സീനൊക്കെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ കാണിക്കുന്ന ഒരു ഇതിൽ ഇങ്ങനെ അമ്മ, അർജുന അശോകൻ പെട്ടുപോകുന്ന ആളാണ്. സോ ആളുടെ അമ്മ കുറച്ചൊരു സ്ട്രോങ് ക്യാരക്ടറാണ്, ഒരു ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം പാർട്ടിയിലൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ അങ്ങേരുടെ ക്യാരക്ടറിൻ്റെ സ്ട്രോങ് ഇല്ലേ, അതെനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ഒട്ടും വർക്കൗട്ടായിട്ടില്ല. മാത്രമല്ല ഇതിൽ അങ്ങേരുടെ ഒരു ഡബ്ബിങ് ഉണ്ടല്ലോ, അത് ഒന്നങ്ങോട്ട് കൊണ്ട് ചേർച്ചയില്ല. അങ്ങേരുടെ മാത്രമല്ല കുറേ ആൾക്കാരത് ഭയങ്കരമായിട്ട്, എന്താ പറയുക, ആളെന്തോ പറയുന്നു, ആക്ഷൻ കാണിക്കുന്നത് എന്തെന്നോ കാണിക്കണ്, അപ്പോൾ ഈടുന്ന് എന്തെന്നോ പറയണ്, എന്തോ ഒരു ബന്ധമില്ലാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നി. അത് നമുക്ക് ഒഴിവാക്കി വിടാം, കാരണം കുറേ സംഭവങ്ങൾ ഇതിൽ കിടലായിട്ട് ഉള്ളതുകൊണ്ട് ഈ ഒരു സംഭവം നമുക്ക് ഒഴിവാക്കി വിടാം. പിന്നെ ഇതിൽ ഒരു ജീപ്പുണ്ട്, ആ ജീപ്പിന് നല്ലൊരു റോളുണ്ട്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ ജീപ്പ് അഭിനയിച്ചു. പിന്നെ ഒരു നായുണ്ട്, നായിൻ്റെ ചില സീനൊക്കെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ, അത്ര അടിപൊളിയായിട്ട് നായിൻ്റെ സീന് കാണിക്കുന്നു, അത് ഭയങ്കര അടിപൊളി. പിന്നെ പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്,
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാ ചെയ്ത്, എന്തോ ജസ്റ്റിൻ വർഗീസ് എന്തോ കാണിക്കുന്നു, ഇനി ആളാണോ എന്ന് എന്നെ അറിയില്ല. വിഷയം ഭയങ്കര അടിപൊളി. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അളിയ നിങ്ങൾക്ക് നല്ല നല്ല കിടിലൻ കഴിവുണ്ട്. ചില സീനൊക്കെ ഏറ്റവും എനിക്ക് ഒരു മ്യൂസിക് ഒന്നും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. സോ അതുകൊണ്ട് ഞാൻ പാടല്ല ആ മ്യൂസിക് ടോൺ ഉണ്ടാക്കുന്നില്ല. എൻ്റെ മോന് ഭയങ്കര ചില സീനിലൊക്കെ ഫീല് ഭയങ്കര അടിപൊളി, ഭയങ്കര കിടല ഫീല്. ആ ട്രെയിലർ കണ്ടവർക്ക് നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ഒന്ന് ട്രെയിലർ കണ്ടാൽ മതി. ആ ഒരു സംഭവം പലപ്പോഴും കാണിക്കുന്നുണ്ട്. അതും പ്ലസ് ഈ ടിനു ആണോ ആരാ ചെയ്തത്, ആളുടെ ഫ്രെയിംസ് ഭയങ്കര കിട്ടില്ല. ഇത് രണ്ടും വരുമ്പോണ്ടല്ലോ, പ്ലസ് ചാക്കോച്ചൻ്റെ താടിയും പിന്നെ ഒരു റെഡ് ഭയങ്കര സ്മോക്കായിട്ടും ഒരു റെഡ് സീന് കാണിക്കുന്നുണ്ട്. ഭയങ്കര ഒരു റെഡിഷായിട്ടൊരു സീന് കാണിക്കുന്നുണ്ട് തെറേൻ്റെ. അത് സീന് സാരം. പിന്നെ അങ്ങനെ പോകുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പല സ്ഥലർക്കും അങ്ങനെ സീൻ. പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് നമ്മളെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അതായത് നിങ്ങൾക്ക് എന്ത് നടക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് നമുക്ക് വിടുകയാണ്. ലൈക്ക് എനിക്ക് വേണേൽ ആ ലാസ്റ്റിലുള്ള ആളെ കൊല്ലാം, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടുത്താം. അത് നമ്മളെ ചോയ്സാണ് എന്ത് നടക്കുന്നുള്ളത്. ഇങ്ങനത്തെ ചോയ്സ് തരുന്ന ചില പടങ്ങളൊക്കെ ഒത്തിരി പടങ്ങളുണ്ട്. സോ ഇങ്ങനത്തെ പടങ്ങൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. സോ അതിനോട് തന്നെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയോണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, നൈസായിരുന്നു. പിന്നെ ഞാനിത് എന്താ പറയുക, OTT കാണുന്ന ഞാൻ ഒരിക്കലും ഇത് പറയില്ല, ഇത് തിയേറ്ററിൽ കാണണം. കാരണം നിങ്ങൾക്കിത് ചിലപ്പോൾ വർക്കൗട്ട് ആവുന്ന ആൾക്കാരാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴാണ് കുറച്ചും കൂടി നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. സോ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പറ്റുമെങ്കിൽ സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. എനിക്ക് അറിയാൻ എത്ര പേർക്ക്, ചിലർ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു ഇത്രയും കണ്ടിട്ട്, അതായിരിക്കും സങ്കടം. എത്ര പേര് ഇത്രയും കണ്ടെന്നൊന്ന് അറിയാനെങ്കിലും ഇത് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കറിയില്ല, എൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളെ വ്യൂ നിങ്ങളെന്തായാലും ജസ്റ്റ് പൊളി എന്ന് പറയുന്ന പോലെയല്ല, ഒന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിടലായിട്ട് ഞാൻ എന്തൊക്കെയാണ് മിസ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു. അപ്പം നമുക്ക് കാണാം.